ജോർജിയയിൽ മാത്രമല്ല, ഇപ്പോൾ പോളണ്ട് അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും BSc കോഴ്സസ് അവൈലബിൾ ആണ്. BSc നഴ്സിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് പറയാനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. കാരണം നോർമലി എല്ലാവരും BSc നഴ്സിംഗ് എന്നൊരു സംഭവം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നോർമലി BSc നഴ്സിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ BSc നഴ്സിംഗ് നാട്ടിൽ ആക്സെപ്റ്റഡ് ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ പൊതുവെ വന്നുകൊണ്ടിരുന്നത്. അത് BSc നഴ്സിംഗ് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഈ BSc നഴ്സിംഗിന് അതിൻ്റെതായ എക്സാംസ് നമ്മളുടെ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള എക്സാംസ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ നാട്ടിൽ BSc നേഴ്സായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ തന്നെ യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഓരോ നമ്മുടെ നാട്ടിൽ കൗൺസിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ നിന്ന് കിട്ടുന്ന ഡിഗ്രീസ് മാത്രമാണ് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് BSc നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ BSc നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും ഓഫ് കോഴ്സ് പുറത്ത് BSc നഴ്സിംഗ് ചെയ്യുക എന്നുള്ളത്. അത് BSc നഴ്സിംഗ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ അവരുടേതായ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഈ രാജ്യങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ അതാത് രാജ്യങ്ങളിലെ ലാംഗ്വേജ് പ്രൊഫഷൻസി നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ട് വരും അവിടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ BSc നഴ്സിംഗ് പഠിച്ചു അവിടെ നിങ്ങൾക്ക് RN ഓഫ് കോഴ്സ് കിട്ടും. പക്ഷേ നിങ്ങൾ ജർമ്മൻ പോലെ അല്ലെങ്കിൽ ഫ്രാൻസോ സ്പെയിനോ ഇറ്റലിയോ പോലെ ഒരു രാജ്യത്തേക്ക് നിങ്ങൾ മാറി അവിടെ ഒരു വർക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് അത്യാവശ്യമായി വരും. നിങ്ങൾക്ക് അവിടെ ഒരു വർക്ക് വിസ കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് യൂറോപ്യൻ ഒരു വർക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇത് വഴി കിട്ടും. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിൽ പോയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തെ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ട് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ യൂറോപ്യൻ കൺട്രീസിൽ ഉള്ള കോഴ്സസ് BSc നഴ്സിംഗിനുള്ള കോഴ്സസ് ഓഫ് കോഴ്സ് നമ്മുടെ നാടിനേക്കാളും ഒരുപാട് ടഫായിരിക്കാനാണ് സാധ്യതയുള്ളൂ. കാരണം അവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഡ്യൂട്ടി റൊട്ടീനും കാര്യങ്ങളും എല്ലാം വളരെ കൂടുതലായിരിക്കും. നമ്മൾ നാട്ടിൽ പാസ്സാവുന്നതിനും ഒരു പക്ഷേ കൂടുതൽ ടഫായിരിക്കാം ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു BSc നഴ്സിംഗ് പോലത്തെ ഒരു കോഴ്സ് പാസ്സാവുക എന്നുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നിങ്ങൾ BSc നഴ്സിംഗ് ഒരു പക്ഷേ ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ UK പോലെയുള്ള ഒരു കൺട്രിയിലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അത് എപ്പോഴും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ വരാനാണ് സാധ്യത. അപ്പോൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രി പ്രത്യേകിച്ച് ഇപ്പോൾ പോളണ്ടോ ജോർജിയ പോലുള്ള കൺട്രിയിൽ എടുക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കാം നിങ്ങൾക്ക് അവിടെ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലത്തെ ഒരു കൺട്രിയിൽ നിങ്ങൾ BSc നഴ്സിംഗ് എടുക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ്. പക്ഷേ നിങ്ങൾക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ബാരിയർ ഒഴിവായി കിട്ടുകയും നിങ്ങൾക്ക് അവിടെ വർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ പൊതുവേ നിങ്ങൾക്ക് 4 days അല്ലെങ്കിൽ 4 to 5 days പെർ വീക്ക് നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് നിങ്ങളുടെ അവിടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി, പ്രത്യേകിച്ച് ഫസ്റ്റ് 6 months to 1 year വരെ നിങ്ങൾക്ക് അവിടെ ഒരു പാർട്ട് ടൈം ചെയ്ത് നിങ്ങളുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ പേപ്പേഴ്സും ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തു തരാൻ നമ്മൾ റെഡിയാണ്. സോ കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.